എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇലിമ്പിക്ക അച്ചാറാണ് കേട്ടോ. ഇലിമ്പിക്ക, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിലിവിടെ കൂടുതൽ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത് കേട്ടോ. മരത്തിൽ ധാരാളം സമൃദ്ധമായിട്ട് ഈ ടൈമിൽ ഉണ്ടാകുന്ന ഒരു തരം പുളിയാണ്. അപ്പോൾ ഇത് അച്ചാറിടാനും അതുപോലെ തന്നെ ഉണങ്ങി സൂക്ഷിക്കാനൊക്കെ വളരെ ബെസ്റ്റാണ്. ഉണങ്ങി വെക്കുന്നത് നമുക്ക് വീണ്ടും അച്ചാറാക്കേ കറിയിൽ മീൻ കറിയിലൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ലൂബിക്ക. ലൂബിക്കയല്ല, ഇലിമ്പിക്ക അല്ലെങ്കിൽ ഇരുമ്പമ്പുളി എന്ന് പറയുന്നത് കണ്ടോ. ഇങ്ങനെ മരത്തടിയിലായിട്ട് ഇങ്ങനെ ധാരാളം ചില്ലകളിൽ മറ്റുള്ള ഫലവൃക്ഷങ്ങളെ പോലെ ചില്ലകളിലല്ല, മരത്തടിയിലാണ് ധാരാളമായിട്ട് പൂക്കുലകൾ വരികയും ആ ഉണ്ടാകുന്ന പൂക്കുലകളെല്ലാം തന്നെ ഇതുപോലെ നിറഞ്ഞ് കായായി മാറുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമുള്ളൊരു മരമാണ് കേട്ടോ. മിക്കയിടങ്ങളിലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. എന്നാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല സ്വാദിഷ്ടമായ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ഇത് കണ്ടില്ലേ, കുലകളിൽ ധാരാളം ചെറുതും വലുതുമായ കായകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുലകളോടുകൂടി പറിക്കാതെ ഇങ്ങനെ മൂത്ത് പാകമായവയെ മാത്രം പറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടിട്ടില്ലേ, ഇതുപോലെ പാകമായ മൂത്ത കായ്കളെ മാത്രം ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കുക. പല തവണയായിട്ട് പൂക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുലയിൽ തന്നെ പൂക്കളും അതുപോലെ തന്നെ ആ കൂടെ ചെറിയ കായ്കളും മൂത്ത് പാകമായ കായ്കളും ഇങ്ങനെ അനവധി പ്രായത്തിലുള്ളവരാണ് ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വലുത് മൂത്തവയെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പറിക്കണം. ഇതാണ് ഇലിമ്പിക്കേൻ്റെ ചെടീൻ്റെ ഇലകൾ കേട്ടോ. ഇത് കണ്ടില്ല, അത്യാവശ്യം വലിയൊരു മരമാണ്, നിറഞ്ഞ് തന്നെ കായ്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, നമ്മൾ ആവശ്യത്തിന് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിറയെ കായ്ക്കുകയും പൂത്ത് നിൽക്കുകയും ആ പൂത്തത് അതുപോലെ ഫുള്ളും കായാവും മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എലുമ്പിക്ക പറിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും അതിലും ഈ പൂത്തതിൻ്റെ ആ ഒരു പൂ ഉണങ്ങി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് അടർത്തി കമ്പുകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതൊരു 5-6 വട്ടം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ പൂത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളയാണ് വേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ പൂക്കളൊക്കെ ഒന്ന് പെറുക്കി ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്ന് പെറുക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവനെ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം നന്നായിട്ടൊരു 4-5 വട്ടം വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു കരടുകളും അവശിഷ്ടങ്ങളും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടായി കുറച്ച് നാൾ 2-3 മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് എലുമ്പിക്ക ഫുള്ളും വീണ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്തത് നമ്മൾ പറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ട് വാഷ് ചെയ്ത് ആ ജലാംശമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അച്ചാറിടണമെങ്കിൽ അച്ചാറിടാം, അല്ലെങ്കിൽ അത് കീറിയിട്ട് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അച്ചാറിടാൻ മാത്രമല്ല, ഇത് ഇതിൻ്റെ ഒരു ഉണങ്ങിയിട്ട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം അച്ചാറിടാനായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ മീൻ കറിയിൽ ഉപയോഗിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ, വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇതാണ് പൂവിൻ്റെ അംശം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, പൂവ് ഉണങ്ങിയ ആ ഒരു പൂവിൻ്റെ ഇതളുകളുടെ ഭാഗം ഉണങ്ങിയ ഇതിൽ കിടപ്പുണ്ടാവും കേട്ടോ. അതിങ്ങനെ ഈ കായിൽ പറ്റി പിടിച്ചിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് കുറച്ചൊക്കെ പെറുക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അത് വാഷ് ചെയ്ത് നമ്മളത് മാറ്റി കളയണം കേട്ടോ. എന്നതിന് ശേഷമാണ് ഇത് നമ്മൾ അച്ചാറിടുന്നത്. ഇത് കണ്ടോ, വെള്ളത്തിലേക്ക് നമ്മൾ നല്ലോണം ഒരു 6-7 വട്ടം നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നിലത്ത് വീണതൊന്നുമില്ല, മരത്തിൽ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും വല്ല പ്രാണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പെടരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5-6 വട്ടം നല്ലോണം വാഷ് ചെയ്ത് അതിൽ വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി വെക്കുന്നത് പിന്നീട് നമുക്ക് അച്ചാറിടാനാക്കിയിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് മൂത്ത് കൊഴിഞ്ഞങ്ങ് വീണ് പോകുന്നൊരു പ്രകൃതമാണ് ഈ പുളിക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് പെട്ടെന്ന് തന്നെ മരം കാലിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നീട് നമുക്കത് കറിയിൽ പുളിക്കായിട്ടോ അല്ലെങ്കിൽ അച്ചാറിടാനൊക്കെ ആയിട്ട് വീണ്ടും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ഒരു 4-5 വട്ടമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുക. അങ്ങനെ 3-4 വട്ടം കഴുകി എടുത്തതിന് ശേഷം ആണ് നമ്മളിത് അച്ചാറിടുന്നത് കേട്ടോ. ഇത് ഒറ്റൊരു മരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം കായ്കൾ ഉണ്ടാവും കേട്ടോ. ചെറിയ മരമാണെങ്കിൽ വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ തന്നെ കായ ഉണ്ടായി തുടങ്ങിയാൽ ഇത് വലിയ മരമാകുമ്പോഴും മറ്റുള്ള സസ്യങ്ങളെ പോലെയല്ല, ഫലവൃക്ഷങ്ങളെ പോലെയല്ല, ഇതിൽ
എന്താ പറയുക, അടി മുതൽ വേര് മുതൽ കായ ഉണ്ടാവുന്നൊരു പ്രകൃതമാണ് കേട്ടോ. കണ്ടമാനം കായ ഉണ്ടാവും. അതുകൊണ്ട് ഒരു തൈ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കായ് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസായിട്ടൊക്കെ കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ജ്യൂസായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ മാത്രമാണ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഉണങ്ങി വെക്കുകയും ചെയ്യും കേട്ടോ. അത് കണ്ടില്ലേ, നന്നായിട്ട് അത് വാഷ് ചെയ്ത് കുറച്ച് നേരം. പിന്നെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു വേസ്റ്റ് ഇത്രയും വട്ടം കഴുകി കഴിഞ്ഞിട്ടും ഇതിൽ ഈ പൂവിൻ്റെ അംശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ആ പൂവിൻ്റെ ഇല്ലി ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ. അച്ചാറൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വിഷുവൊക്കെ വരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണല്ലോ. നമുക്ക് ഓരോരോ എന്താ പറയുക അത്യാവശ്യങ്ങൾക്ക് വീടുകളിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക എല്ലാം കറികളൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കൂടി ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഭക്ഷണം വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു എളുപ്പമാണ്. അപ്പം അങ്ങനെ പണ്ടത്തെ കാലങ്ങളിൽ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ്പങ്ങ, ഇലിമ്പിങ്ങ, മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തേടി നടന്ന് എന്താ പറയുക ആ പോഷക ഗുണങ്ങളെല്ലാം തന്നെ അകത്താക്കുന്ന ഒരു പ്രകൃതക്കാരായിരുന്നു. സ്കൂളുകളിൽ ധാരാളം കൊണ്ടുപോയി കൊടുക്കും, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കും. പക്ഷേ ഇന്നത്തെ ബാല്യങ്ങളെല്ലാം എന്താ പറയുക അവർക്ക് അറിയ പോലും ഇല്ല. ഇത്തരം കായ്കളൊന്നും അവർ കഴിക്കുകയില്ല, അവർക്ക് അറിയത്തുമില്ല. പക്ഷേ പിന്നെ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻസ്, ഇതൊക്കെ പച്ചക്കൊക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കാം. പക്ഷേ ഇന്നത്തെ ബാല്യങ്ങൾ ഇതൊന്നും ഇത് എറിഞ്ഞ് പറിക്കാനോ ഇത് പറിച്ചെടുക്കാനോ അങ്ങനെയൊന്നും അവരെ കാണുന്നുമില്ല, കിട്ടുന്നുമില്ല. അവർക്കത് ഇതിൻ്റെ ഇതൊന്നും അറിയത്തുപോലും ഉണ്ടാവില്ല. ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. നമുക്ക് കൂട്ടുകാരൊക്കെ എന്നിട്ട് ധാരാളം ഓരോ പലതരം സാധനങ്ങൾ എല്ലാവരും കൊണ്ടുവരും. അത് സ്കൂളിൽ നിന്ന് ഷെയർ ചെയ്ത് എല്ലാവരുമായിട്ട് പങ്കിട്ട് അത് കഴിക്കും. അപ്പോൾ ഈ പലതരം മിക്സഡായിട്ടുള്ള പോഷക ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല അല്ലേ. അവർക്കൊന്നും അന്യം നിന്ന് പോയതെന്ന് വേണമെങ്കിൽ പറയാം. ആരും പറിച്ചെടുക്കാനില്ലാതെ വെറുതെ മരങ്ങൾ നിറഞ്ഞ് കായ്ച്ച് വീണ് പോകുന്നൊരിതാണ്. ഇത് കണ്ടില്ലേ, കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. കാരണം അത് നമ്മൾ അച്ചാർ വെക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അതിൽ ജലാംശം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിലേക്ക് അത് കേടാവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ചായിട്ട് ഇങ്ങനെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ആ കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടവൽ ഉപയോഗിച്ചൊന്ന് തോർത്തിയെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷമാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കേടാകാതെ ഒത്തിരി നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ജലാംശമൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇത് പെട്ടെന്ന് പൂപ്പൽ പിടിച്ചിട്ട് നമ്മളുടെ അച്ചാർ വേഗം കേടാവും കേട്ടോ. ഇത് കണ്ടോ, ഇലിമ്പിയുടെ രണ്ട് സൈഡും വാലും അതുപോലെ തന്നെ അഗ്രഭാഗങ്ങൾ രണ്ടും തന്നെ കട്ട് ചെയ്തതിന് ശേഷം നടു വിളർന്നിട്ട് ഇതുപോലെയാണെന്ന് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു പീസിനെ നമ്മൾ രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. നമ്മൾ എത്ര തന്നെ അരിഞ്ഞാലും ഇത് അച്ചാർ വെച്ചതിന് ശേഷം ഇതിലുള്ള ഈ ഇലിമ്പിക്കേണ്ട ജ്യൂസ് മുഴുവനായിട്ട് നമ്മൾ അച്ചാറിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള അച്ചാറുകൾ വെക്കുന്നത് പോലെ സുർക്കയൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലിമ്പിക്കയിലെ ജ്യൂസ് തന്നെ നമുക്ക് നല്ല വാട്ടർ കണ്ടൻ്റ് ആയിട്ട് ഇതിലേക്ക് വരും കേട്ടോ. ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അരിഞ്ഞാലായിരിക്കും നമുക്ക് അച്ചാർ വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ഹിൻഡാലിയത്തിൻ്റെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ടീസ്പൂൺ നമുക്ക് ഉള്ള അച്ചാർ എത്രത്തോളം ഉണ്ട് അത്രയും എമൗണ്ട് അനുസരിച്ചാണ് നമ്മളിപ്പോൾ എണ്ണ എടുത്തിട്ടുള്ളത്. ഞാൻ 5 ടീസ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പീസ് പിന്നെ ഇത് കായം കൂടി കറിയിൽ സാമ്പാറിലൊക്കെ ചേർക്കുമല്ലോ, ആ കായം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 4-5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു 2-3 കണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കുന്ന കായം അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും നമ്മളുടെ അളവനുസരിച്ച് അച്ചാർ എത്രത്തോളം എമൗണ്ടിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്താനായിട്ട് മറന്നു പോകില്ല കേട്ടോ. ഈ കായം ഈ നല്ലെണ്ണയിലിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം ഈ കായം നമ്മളിതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് പൊടിയാണ് ഉള്ളതെങ്കിൽ നമ്മളിതിലേക്ക് പിന്നെ അച്ചാറൊക്കെ ആ ഒരു കൂട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു പൊടി ഒന്ന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കടുകൊക്കെ പൊട്ടി നല്ല മുരിഞ്ഞ് ഉള്ളിയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു 4-5 തവി പിന്നെ നമ്മളുടെ മസാലപ്പൊടി അച്ചാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അച്ചാർ പൊടി മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തീയൊന്നും കത്തിക്കണ്ട.
നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇലിമ്പിക്ക നമ്മളുടെ മൂത്ത് വന്ന ഈ അച്ചാർ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ആ ഒരു പുളീനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്കറിയാമല്ലോ അച്ചാറിൽ അത്യാവശ്യം ഉപ്പ് മറ്റുള്ള കറികളെ പോലെയല്ല ഒരിച്ചിരി പൊടി മേളിൽ നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടിയും ഉപ്പും എല്ലാം എല്ലാ വശത്തും ഓരോ പീസിലും നന്നായിട്ട് കോട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴിതിങ്ങനെ ഒട്ടും വാട്ടറി അല്ലെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറോളം ഇരിക്കുമ്പോഴത്തേക്കും ഈ ഇലിമ്പിക്കയിലുള്ള ജ്യൂസ് പൂർണ്ണമായിട്ടും ഇറങ്ങി വന്നിട്ട് നല്ല എന്താ പറയുക നല്ല ഒരു ഗ്രേവി പോലെ ആവുന്നൊരു പരുവം. ഇതാണിപ്പോൾ നമ്മൾ വെച്ച ഉടനെയുള്ള ഒരു എല്ലാ സ്ഥലത്തും നമ്മൾ ആ ഒരു പിന്നെ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരു മസാലയിൽ നല്ല മൂടി ഒരു പരുവത്തിലാണ് ഇതുള്ളത്. ഇത് കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഇലിമ്പിക്കയിൽ ധാരാളം വാട്ടറി ആയിട്ടുള്ള വരാനുള്ളൊരു ടെൻഡൻസിയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ അച്ചാറിൻ്റെ ലാസ്റ്റ് ഒരു പരുവം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇലിമ്പിക്ക കിട്ടുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇലിമ്പിക്ക ഉള്ളവരാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.